അഭിമാനത്തോടെ ജീവിക്കാനുള്ള കേരളീയന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇന്ത്യയായി തന്നെ നിലനിൽക്കുന്നു എന്ന് ഉറപ്പിക്കുന്നതിനും വേണ്ടിയുള്ള നവകേരള മാർച്ച്. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന നാടാണ്. ഇതിലാണ് മറ്റു പലരും അസൂയ പ്രകടിപ്പിക്കാറുള്ളത്. എന്നാൽ ഈ നാട്ടിനെ ജാതി വേർതിരിവും മതപരമായ വേർതിരിവും വലിയ തോതിൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അപ്പോൾ ജാതീയമായ ഭിന്നത, മതപരമായ വേർതിരിവ് സൃഷ്ടിക്കാനുള്ള ഇവിടുത്തെ വർഗീയ ശക്തികളുടെ ശ്രമം ഗൗരവമായി കാണാൻ നമുക്ക് സാധിക്കണം. ഇക്കാര്യത്തിൽ ശുഭസൂചകമായൊരു കാര്യമുണ്ട്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ മഹാഭൂരിപക്ഷം പേരും മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ആ മതനിരപേക്ഷ മനസ്സ് ഈ ആപത്ത് ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ഉച്ചത്തിൽ പറയാൻ ഈ മതനിരപേക്ഷ മനസ്സ് തയ്യാറായി. അതിലൊന്ന്, കേരളത്തിൽ വർഗീയതയെ നേരിടാൻ CPIM-നും ഇടതുപക്ഷത്തിനും മാത്രമേ കഴിയൂ എന്നതാണ്. ഈ പറഞ്ഞത് CPM-കാരായവരല്ല, രാഷ്ട്രീയമായി CPIM-നോട് യോജിപ്പില്ലാത്തവരടക്കം ഇത്തരമൊരു കാര്യം പരസ്യമായി പറയുന്ന നിലയുണ്ടായി. അപ്പം മതനിരപേക്ഷ മനസ്സ് അത്തരമൊരു നിലപാടിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് പൊരുതുന്നൊരു പ്രസ്ഥാനമാണ് CPIM. അടുത്ത കാലത്തുണ്ടായ ഒരു കാര്യം, RSS ഒരു പ്രത്യേക അജണ്ട അനുസരിച്ച് കാര്യങ്ങൾ നീക്കി. അതിൻ്റെ ഭാഗമായി വെള്ളാപ്പള്ളി നടേശനെ അവർ കയ്യിലെടുത്തു. വെള്ളാപ്പള്ളി നടേശനിലൂടെ SNDP അണികളെ ആകെ RSS ക്യാമ്പിലെത്തിക്കലാണ് ഉദ്ദേശിച്ചത്. അത്തരമൊരു നീക്കം തങ്ങളുടെ ശക്തി വല്ലാതെ വർദ്ധിപ്പിക്കും എന്ന് RSS കണക്കുകൂട്ടുമ്പോൾ തന്നെ മറ്റൊരു കൂട്ടരും വേറൊരു കണക്കുകൂട്ടലിലെത്തി. ആ കണക്കുകൂട്ടിയത് ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് നേതാക്കളുമായിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ നീക്കം SNDP അണികളെ RSS-ലെത്തിക്കുന്നു. SNDP-യിൽ അണിനിരന്നവരിൽ നല്ലൊരു ഭാഗം CPM-കാരുണ്ട്. അപ്പോൾ CPIM-നോടൊപ്പം നിൽക്കുന്നവർ വെള്ളാപ്പള്ളി നടേശന്റെ ശ്രമത്തിൻ്റെ ഫലമായി RSS-ന്റെ ക്യാമ്പിലേക്ക് എത്തും. ഉമ്മൻചാണ്ടിയും കൂട്ടരും ധരിച്ചത് തങ്ങൾക്ക് കുശാലായി എന്നാണ്. നമ്മുടെ നാടിനുണ്ടാക്കാൻ പോകുന്ന ആപത്തിനെ കുറിച്ചല്ല അവർ കണ്ടത്. CPIM ദുർബലപ്പെട്ടാൽ തങ്ങൾക്ക് തൽക്കാലം ജയിച്ചു വരാലോ എന്നാണ് കണക്കുകൂട്ടിയത്. അതുകൊണ്ട് ഇത്തരമൊരു നീക്കം മൗനത്തിലൂടെ, നിസ്സംഗതയിലൂടെ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ഉമ്മൻചാണ്ടിയും കൂട്ടരും സ്വീകരിച്ചു. എന്നാൽ ഞങ്ങൾ എല്ലാ സമയത്തെയും പോലെ വർഗീയതയെ നേരിടുന്ന കാര്യം വരുമ്പോൾ 4 വോട്ടിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ഞങ്ങളതിനെ ശക്തമായി എതിർത്തു, ശരിയായ രീതിയിൽ തുറന്നു കാണിച്ചു, നിശ്ചിതമായി ആ നീക്കത്തെ വിമർശിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ ആഗ്രഹം പൂവണിഞ്ഞുമില്ല, RSS-ന്റെ അജണ്ട നടപ്പായുമില്ല. ഇത് കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് ഈ അടുത്ത കാലത്ത് കണ്ടതാണ്. ആ ഘട്ടത്തിലാണ് മതനിരപേക്ഷമാണെന്ന് പറയുന്നവരടക്കം നടക്കുന്ന കള്ളക്കളികൾ കണ്ട് മനം മടുത്ത് കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് പറഞ്ഞത് വർഗീയതയെ നേരിടാൻ CPIM-ന് മാത്രമേ കഴിയൂ എന്ന്. മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞു. കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ CPIM ദുർബലപ്പെട്ടുകൂടാ. ഇത് മതനിരപേക്ഷ മനസ്സ് ഉറക്കെ ചിന്തിച്ചൊരു കാര്യമാണ്, ഉച്ചത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇതാണ് ശുഭസൂചകമായ കാര്യം. ശരിയായ വഴിയിലേക്ക്
മതനിരപേക്ഷ മനസ്സ് വന്നിരിക്കുന്നു. മതനിരപേക്ഷതയ്ക്കെതിരെയുള്ള ഏതൊരാപത്തിനെയും തടയാൻ നമുക്ക് കഴിയും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം മതനിരപേക്ഷതയെ ആക്രമിക്കാനുള്ള നീക്കം വർഗീയതയുടെ ഭാഗത്തുണ്ടാകുമ്പോൾ മൗനത്തിലൂടെ ആക്രമിക്കുന്ന ശക്തികൾക്ക് പ്രോത്സാഹനം നൽകുന്നവരെയും ഈ മതനിരപേക്ഷ മനസ്സ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരെയും ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മതനിരപേക്ഷ മനസ്സെത്തിയിരിക്കുന്നു. അപ്പോൾ മതനിരപേക്ഷത നമുക്ക് മതനിരപേക്ഷ ചിന്താഗതിക്കാരെ ആകെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് തന്നെ ഈ രീതിയിൽ സംരക്ഷിക്കാനാകും. ഇതെല്ലാം കൂടിയാണ് ഞങ്ങൾ ഈ മാർച്ചിൻ്റെ ഒറ്റ മുദ്രാവാക്യമായി വെച്ചിരിക്കുന്നത്. അതാണ് മതനിരപേക്ഷ, അഴിമതി വിമുക്ത, വികസിത കേരളം എന്ന മുദ്രാവാക്യം. ഇത് ഇത്തരമൊരു നാട് പുനർനിർമ്മിക്കുന്നത് സാധ്യമായിട്ടുള്ള കാര്യമാണ്. നാടിൻ്റെ ഭാവിയിൽ താല്പര്യമുള്ള എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ഈ മാർച്ചിലൂടെ നാട്ടിലാകെ അഭ്യർത്ഥിക്കുന്നത്.